പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിന് ഇടയിലൂടെ എൽ ഗ്രാൻഡെ അമേരിക്കാനോയുടെ മാസ്കും അതേ റിംഗ് ഗിയറുമൊക്കെ ധരിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് ബാക്ക് സ്റ്റേജിൽ കാണാൻ സാധിച്ചു. അപ്പോൾ എൽ ഗ്രാൻഡെ അമേരിക്കാനോ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നത് ചാഡ് ഗേബിൾ അല്ലേ? ഇപ്പോൾ ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടറിന് പിറകിൽ ആരാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റ്. നമുക്കിന്നത്തെ റോ എപ്പിസോഡിൽ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ചാഡ് ഗേബിളുടെ കൈക്ക് ഇഞ്ചുറി പറ്റിയതും അദ്ദേഹത്തിന് ഇനി റിംഗിൽ കയറി മത്സരിക്കാൻ കുറച്ചധികം നാളുകൾ കയറേണ്ടി വരും എന്നുള്ളത് അമേരിക്കൻ മെയ്ഡ് ഫാക്ഷനിലെ ടീം അംഗങ്ങളോട് ചാഡ് ഗേബിൾ വിവരിക്കുന്നതുമായിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് കാണാൻ സാധിച്ചു. അതിൻ്റെ പിറകിൽ നിന്ന് ലുഡ്വിഗ് കൈസർ അതൊക്കെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് വന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ അമേരിക്കൻ മെയ്ഡ് ഫാക്ഷൻ അംഗങ്ങളെ കാണികളെ ഞെട്ടിച്ചുകൊണ്ടും ലുഡ്വിഗ് കൈസർ തന്നെ എൽ ഗ്രാൻഡെ അമേരിക്കാനയുടെ ആ റിംഗ് ഗിയറിൽ മാസ്ക് ധരിച്ച് വന്ന് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ എൽ ഗ്രാൻഡെ അമേരിക്കാനയുമായിട്ട് ലുഡ്വിഗ് കൈസർ റിംഗിൽ കയറി മത്സരിക്കുമോ എന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷേ എൽ ഗ്രാൻഡെ അമേരിക്കാനെ പോലെ ലുഡ്വിഗ് കൈസർ വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അവർക്ക് തുടക്കം കുറിക്കാനുള്ള ഒരു അവസരമാണ് ലഭിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരവും മുൻ യൂണിവേഴ്സൽ ചാമ്പ്യനുമായ കെവിൻ ഓവൻസിനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ പരിക്കുകൾ കാരണം മാറി നിൽക്കുന്ന കെവിൻ ഓവൻസ് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കാൻ പോകുകയാണോ എന്നുള്ളതാണ് പലരും ഒരു സംശയം പോലെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നത്. ആ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ആ ഒരു സംശയത്തിനുള്ളൊരു ഉത്തരം ക്ലാരിഫൈ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു അപ്ഡേറ്റ് പങ്കുവെക്കുന്നത്. നിലവിൽ കെവിൻ ഓവൻസിനെ പറ്റിയിട്ടുള്ള ഇഞ്ചുറി അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറിയാണ്. കഴുത്തിനാണ് ഇഞ്ചുറി പറ്റിയിട്ടുള്ളത്. കെവിൻ ഓവൻസിന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നീണ്ട കുറച്ച് കാലം മാറി നിൽക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ആദ്യമായി പുറത്തേക്ക് വന്ന ഒരു റിപ്പോർട്ട് കെവിൻ ഓവൻസ് അടുത്ത വർഷം റെസ്ൽമേനിയ വരെ എങ്കിലും മാറി നിൽക്കേണ്ടി വരും എന്നുള്ള തലത്തിലായിരുന്നു. അപ്പോൾ ഈ ഇഞ്ചുറിയൊക്കെ മാറി കൃത്യമായ ഒരു സ്റ്റോറി ലൈനൊക്കെ കൊടുത്ത് കെവിൻ ഓവൻസിനെ തിരികെ കൊണ്ടുവരാൻ അവർക്ക് എന്തായാലും മിക്കവാറും അടുത്ത റെസ്ൽമേനിയ കഴിഞ്ഞിട്ടേ സാധിക്കൂ എന്നുള്ളത് ഉറപ്പാണ്. ഇഞ്ചുറി സീരിയസ് ആണെങ്കിൽ പോലും കെവിൻ ഓവൻസ് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നതിനെ സംബന്ധിച്ച് ഇതുവരെ എവിടെയും സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സർജറി തന്നെ ജൂലൈ മാസത്തിൻ്റെ പകുതിയോടുകൂടി, അതായത് ഈ മാസത്തിൻ്റെ പകുതിയോട് കൂടിയിട്ടാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതും കെവിൻ ഓവൻസ് ഇൻ്റർവ്യൂവിലൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. റിട്ടയർമെൻറ്റിനെ സംബന്ധിച്ച് നിലവിൽ താൻ ഒരു പ്ലാൻ നടത്തിയിട്ടില്ല എന്നുള്ളതും കെവിൻ ഓവൻസ് പറയുന്നുണ്ട്. എന്തായാലും ഇഞ്ചുറി സീരിയസ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു റിക്കവറി പീരീഡ് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു റിക്കവറിക്കൊക്കെ ശേഷമായിരിക്കും കെവിൻ ഓവൻസ് ഇനി തിരികെ വരിക. അടുത്ത വർഷം പ്രതീക്ഷിച്ചാൽ മതി. അതിൻ്റെ ഇടയിൽ വരുന്ന സ്റ്റോറിയിലൊക്കെ കെവിൻ ഓവൻസിനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചു എന്ന് കരുതുന്നു. കെവിൻ ഓവൻസിനെ സംബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ പങ്കുവെക്കാം. മൂന്നാമത്തെ അപ്ഡേറ്റ് റോമൻ റെയിൻസ് ആരാധകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. റോമൻ റെയിൻസിനെ സംബന്ധിച്ചുള്ള ഒരു ഹാപ്പി ന്യൂസ് ഇന്നലെ WWE ഔദ്യോഗികമായി പുറത്തേക്ക് വിട്ടു. റോമൻ റെയിൻസിനെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ 2025 സർവൈവർ സീരീസ് വാർ ഗെയിംസ് എന്ന് പറയുന്ന ഇവൻറ്റിനോട് അനുബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് WWE പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. സർവൈവർ സീരീസ് ഈ വർഷവും വാർ ഗെയിംസ് ആയിട്ട് തന്നെയാണ് നടത്താൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. റോമൻ റെയിൻസിൻ്റെ പിക്ചറാണ് അവർ സെൻട്രലിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കാൻ പോകുന്ന ജോൺസിൻ്റെയും ഇപ്പോൾ ഒരു ചലഞ്ചറായിട്ട് കയറി വരുന്ന ഫേസ് ഓഫ് ദി കമ്പനി എന്ന നിലയിൽ നിൽക്കുന്ന കോഡി റോഡ്സും ഇവരെയൊക്കെ സൈഡിലാക്കിക്കൊണ്ട് റോമൻ റെയിൻസിൻ്റെ മുഖമാണ് സെൻട്രലിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ സ്റ്റോറിക്ക് സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ വലിയ പ്രാധാന്യം ഉണ്ട് എന്ന് അർത്ഥം. റോമൻ റെയിൻസിൻ്റെ ഫാക്ഷനും സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷനും തമ്മിലുള്ള ഒരു വാർ ഗെയിംസിനുള്ള ഒരു സ്റ്റോറി ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് റോമൻ റെയിൻസിൻ്റെ പിക്ചറിന് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് സർവൈവർ സീരീസിൻ്റെ ആദ്യ പോസ്റ്റർ പുറത്തേക്ക് വിടുമ്പോൾ റോമൻ റെയിൻസിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ളൊരു പ്രകടനവും ഒരു സ്റ്റോറിയും പ്രതീക്ഷിക്കുക എന്നുള്ള ഒരു അപ്ഡേറ്റും കൂടി പങ്കുവെക്കാനുണ്ട്. അപ്പോൾ റോമൻ റെയിൻസ് സമ്മർ സ്ലാമിന് ശേഷം ഇനി എന്നാണ് മത്സരിക്കുക എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷനും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സർവൈവർ സീരീസ് വാർ ഗെയിംസ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ റോമൻ റെയിൻസിൻ്റെ മത്സരം ഉണ്ടായിരിക്കുന്നത് 100% കൺഫേം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റ് സ്പോയിലറാണ്. റിസൾട്ടുകളും മറ്റ് സർപ്രൈസുകളുമാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ കേൾക്കാനും കാണാനും താല്പര്യമില്ലാത്തവർക്ക് നമ്മുടെ വീഡിയോ ഇവിടെ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡ് ലൈവ് അല്ല. ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിന് ശേഷം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്മാക്ഡൗൺ എപ്പിസോഡാണ്. സ്മാക്ഡൗൺ എപ്പിസോഡ് തിരികെ 2 മണിക്കൂറിലേക്ക് പോകുന്നു എന്നുള്ളൊരു അപ്ഡേറ്റാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൃത്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ശനിയാഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. സ്മാക്ഡൗൺ എപ്പിസോഡിലെ വലിയ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ സൂപ്പർ താരമായ ഡ്രൂ മാക്കിൻഡയർ തിരികെ വന്നിട്ടുണ്ട്. ഡ്രൂ മാക്കിൻഡയർ തിരികെ വന്നു എന്നുള്ളത് മാത്രമല്ല, റാൻഡി ഓർട്ടൺ, കോഡി റോഡ്സ് തുടങ്ങിയവരുടെ സ്റ്റോറി ലൈനിൽ ഇൻവോൾവ് ആകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. കൂടാതെ റാൻഡി ഓർട്ടൻ്റെ കൈവശത്ത്
തോന്നുന്നു ഒരു RKയും കൂടി ഡ്രൂ മാക്കൻറ്റയറിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. തുടർന്ന് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന അടുത്ത ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ ഡ്രൂ മാക്കൻറ്റയർ വേഴ്സസ് റാൻഡി ഓർട്ടൺ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരവും കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു അപ്ഡേറ്റുകളൊക്കെ സ്മാക്ഡൗൺ എപ്പിസോഡ് നടക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഡ്രൂ മാക്കൻറ്റയറിൻ്റെ റിട്ടേണിന് കാത്തിരിക്കുന്ന ആരാധകരെ സംബന്ധിച്ച് അത് ശനിയാഴ്ച കാണാൻ സാധിക്കും. മറ്റൊരു അപ്ഡേറ്റ് ഹോൾ ഓഫ് ഫെയിമറായ ട്രിഷ് സ്ട്രാറ്റസിനെ സംബന്ധിച്ചാണ്. ട്രിഷിൻ്റെ ഒരു റിട്ടേണും സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു. ടിഫനി സ്ട്രാറ്റൻ എന്ന് പറയുന്ന വുമൻസ് ചാമ്പ്യൻ, ക്വീൻ ഓഫ് ദ റിംഗ് ആയ ജേഡ് കാർഗിൽ ഇവരുടെ സെഗ്മെൻറ്റിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് ട്രിഷ് വരുന്നതും ട്രിഷും ടിഫനിയും തമ്മിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം എവല്യൂഷൻ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് ജൂലൈ 14-ാം തീയതി കൺഫേം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മൊത്തം നമുക്കൊരു സ്പോയിലേഴ്സും റിസൾട്ടും ലഭിച്ചിട്ടുണ്ട്. അത് എല്ലാതും പങ്കുവെക്കുന്നില്ല, കാരണം എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്മാക്ഡൗൺ എപ്പിസോഡ് കാണാനുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അപ്ഡേറ്റ്സ് അവിടെ കിടക്കട്ടെ. അത് നമുക്ക് ശനിയാഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് കണ്ട് തന്നെ അറിയാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.